പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാണ്. കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥ ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, കിടപ്പായിപ്പോയവര്, ഇങ്ങനെ ഒരു ആരോഗ്യമുണ്ട് പക്ഷെ കിടന്നു പോയവര്, ചിലപ്പോൾ അപകടം ഉണ്ടായി കിടന്നു പോയവര്, കർത്താവെ പ്രഷർ വന്ന് കിടന്നു പോയവര്, കർത്താവിൻ്റെ തിരുമുറുവാർന്ന വലതുകരം ആണിപ്പെടുതാടുന്ന അത്ഭുതകരം ആ കിടന്നുപോയ മക്കളുടെ മേൽ ശരീരത്തിൽ തലയ്ക്കപ്പെടട്ടെ. യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ നീ സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് കൽപ്പിക്കുന്നു. കർത്താവേ, പല പിണക്കങ്ങളും തൊഴുത്തിൽ കുത്തുമൂലം കുടുംബത്തിൽ കലഹവും കോലാഹലങ്ങളും സമാധാനം നഷ്ടപ്പെട്ട കുടുംബങ്ങൾ, നീ ഏത് ഭവനത്തിൽ പ്രവേശിക്കുമ്പോഴും ആ ഭവന സമാധാനം ആശംസിക്കണം. സമാധാന ദൂതൻ അവിടെ ഉണ്ടെങ്കിൽ
നിൻ്റെ സമാധാനത്തോടെ ഭരിക്കും കർത്താവെ. അടിയൻ്റെ പ്രാർത്ഥന കൊണ്ടും അമ്മയുടെ പ്രത്യക്ഷീകരണം കൊണ്ടും കർത്താവെ ആ കുടുംബങ്ങൾക്ക് സമാധാനം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾ, പഠിക്കുന്നതിന് വേണ്ടി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങൾ കർത്താവെ, എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി മക്കൾ വേദനിച്ചുകൊണ്ട് ആശങ്കപ്പെട്ടുകൊണ്ട് കണ്ണുനീരോടെ വിഷമിക്കുന്നുണ്ടോ ആ മേഖലയിലെല്ലാം പരിശുദ്ധാത്മ പ്രവർത്തിച്ചുകൊണ്ട് നിൻ്റെ വിഷയത്തിൽ ദൈവം തീരുമാനമെടുക്കാൻ പോകുന്നു. കർത്താവിൻ്റെ മുമ്പിൽ നീ ജാഗ്രതയോടെ പെരുമാറുക കർത്താവെ. അകലം വിട്ടു പോകുന്നവർ, രാജ്യം വിട്ടു പോകുന്നവർ, വീട് വിട്ടു പോകുന്നവർ, ഞങ്ങൾ കണ്ണുമ്പിൽ മറയുന്നവർ കർത്താവിൻ്റെ കൃപയാൽ നിറക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, ജോലിയില്ലാത്തതിൻ്റെ പേരിൽ വിസ പുതുക്കാത്തതിൻ്റെ പേരിലും യാത്രയ്ക്ക് നാട്ടിലേക്ക് വരാൻ പറ്റാത്തതിൻ്റെ പേരിലും തിരിച്ചു പോകാൻ പറ്റാത്തതിൻ്റെ പേരിലൊക്കെ കുടുങ്ങി കിടക്കുന്നവർ എൻ്റെ കർത്താവിൻ്റെതുമായ എന്തെങ്കിലും ബന്ധനങ്ങളെ ഞാൻ അർപ്പിച്ച 40 വർഷത്തെ ബലിയുടെ ശക്തിയാൽ ബന്ധിക്കുന്നു, അഴിച്ചു മാറ്റുന്നു. കർത്താവിൻ്റെ കരുണ നിന്നെ ആവശ്യിക്കുകയും നീ വിടുതൽ പ്രാപിക്കുകയും ചെയ്യട്ടെ. ഐ കമാൻഡ് യു ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യു ബി ഹീൽഡ് ആൻഡ് ഡെലിവേർഡ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദുഷ്ടഭൃത്യ, നിന്നോട് ഞാൻ ക്ഷമിച്ചതുപോലെ നീയും അവനോട് ക്ഷമിക്കേണ്ടതായിരുന്നില്ലേ? അർഹത നഷ്ടപ്പെടുത്തി കണ്ട ഒരാൾ. ആ വചനം എടുത്തേ. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 23 മുതലുള്ള തിരുവചനം. മത്തായി 18-23 വചനങ്ങൾ. സ്വർഗ്ഗരാജ്യം സേവകന്മാരുടെ കണക്ക് തീർക്കാൻ ആഗ്രഹിച്ച ഒരു രാജാവിന് സദൃശം. കണക്ക് തീർക്കാൻ ആരംഭിച്ചു. 10,000 താലന്ത് കടപ്പെട്ടു. 10,000 താലന്ത് കടപ്പെടുന്ന ഒരുവൻ അവർ അവന്റെ മുമ്പിൽ കൊണ്ടുവന്നു. അവന് അത് വീട്ടാൻ നിർവാഹമില്ലായിരുന്നു. അവനെയും ഭാര്യയെയും മക്കളെയും അവന്റെ സമസ്ത വസ്തുക്കളും വിറ്റ് കടം വീട്ടാൻ യജമാനൻ കൽപ്പിച്ചു. അപ്പോൾ സേവകൻ വീണ് നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, പ്രഭു എന്നോട് ക്ഷമിക്കണം, എല്ലാം തന്നു വീട്ടിക്കൊള്ളാം. ആ സേവകന്റെ യജമാനൻ മനസ്സലിഞ്ഞ് അവനെ വിട്ടയക്കുകയും അപ്പോൾ അവന് കടം ഇളച്ചു കിട്ടി, അർഹത കിട്ടി. അടുത്ത വചനം എന്താ? അവൻ പുറത്തിറങ്ങിയപ്പോൾ ഈ അർഹത ഇവൻ കളയുന്നുണ്ട് പിന്നീട്. അതാണ് വിഷയം. ഓക്കെ, അർഹത പലർക്കും കിട്ടും, പക്ഷെ കൈയിരിപ്പ് കാരണം അർഹത അവർ കളഞ്ഞെടുക്കും. അവൻ പുറത്തിറങ്ങിയപ്പോൾ തനിക്ക് 100 ദനാറ നൽകാൻ, അത് നിസ്സാര കാശാണ്, 100 ദനാറ തരാനുണ്ടായിരുന്ന തന്റെ സഹസേവകൻ ഒരുവനെ കണ്ടുമുട്ടി. അവന്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ച് കൊണ്ട് അവൻ പറഞ്ഞു, എനിക്ക് തരാനുള്ളത് തന്നു തീർക്കുക. മറ്റേ താലന്താണ് 10,000 സ്വർണമാണ്, ഇത് വെള്ളി നാണയമാണിത്. 10 വില കുറവാണ്, 100 വെള്ളി നാണയം. അത് തരാത്തവന്റെ കഴുത്തിന് ഇവൻ ഈ 10,000 താലന്ത് ഇളച്ച് കിട്ടിയവനെ, 10,000 സ്വർണ്ണ നാണയങ്ങൾ ഇളച്ച് കിട്ടിയവൻ 100 വെള്ളി നാണയക്കാരൻ എൻ്റെ കടക്കാരെ കണ്ടപ്പോൾ അവൻ്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ച്. അപ്പോൾ ഈ കയ്യിരിപ്പാണേ. അപ്പോഴുടനെ മറ്റുള്ളവർ വന്ന് രാജാവിനോട് പറയും, നമ്മൾ അങ്ങ് സമക്ഷത്തുനിന്ന് ദയവുണ്ടായി അവൻ്റെ 10,000 താലന്ത് ഇളച്ച് കിട്ടില്ലേ? അതെ, കൊടുത്തു. അവൻ പുറത്തിറങ്ങിയപ്പോൾ അവന് 100 വെള്ളി നാണയം തരാനുണ്ടായിരുന്നു, അവൻ്റെ കഴുത്ത് ഞെരിച്ചെന്ന് പറയും. അപ്പോൾ രാജാവ് അലറും, ദുഷ്ടഭൃത്യ, കൊണ്ടുവരാൻ പറഞ്ഞവനെ കൊണ്ടുവന്ന്. എന്താ പിന്നെ അടുത്ത ഭാഗം വായിച്ചേ? മത്തായി 18:32-33. യജമാനൻ അവനെ വിളിച്ചു പറഞ്ഞു, ദുഷ്ടനായ സേവക, നീ എന്നോട് കേണപേക്ഷിച്ചുകൊണ്ട് നിന്റെ കടമെല്ലാം ഞാൻ ഇളച്ചു. അതവിടെയാണ് വിഷയം. ഞാൻ നിന്നോട് കരുണ കാണിച്ച പോലെ നീ നിന്റെ സഹസേവകനോട് കരുണ കാണിക്കേണ്ടതായിരുന്നില്ല. അപ്പൊ കരുണ ഒരു വിഷയമാണ്. നമ്മൾ കൈപ്പറ്റുമ്പോൾ തന്നെ മറ്റുള്ളവരോടും കരുണ കൊടുക്കണം. നമ്മളെല്ലാവരോടും കരുണ വാങ്ങിക്കും. നമ്മുടെ മേലാളന്മാർക്കെന്നെല്ലാം കരുണ കൈപ്പറ്റും, കീഴാളന്മാർക്ക് നമ്മൾ കരുണ കൊടുക്കത്തില്ല, താഴെയുള്ളവരുടെ കൂടെ. അതൊരു വല്ലാത്ത പ്രശ്നമാണ്. ഇവനെന്ത് ചെയ്യുന്നറിയും? ഇവൻ ആദ്യം കരുണ കിട്ടിയ 10,000 താഴെ ഇളച്ച് കിട്ടിയവൻ അവന് ഉള്ളത് കൂടി പോയി. അർഹത കിട്ടിയവൻ അർഹത നഷ്ടപ്പെടുത്താൻ. നിങ്ങൾക്ക് പണ്ട് ഇതിനേക്കാൾ അർഹത ഉണ്ടായിരുന്ന ആൾക്കാരാണെന്ന് ഓർക്കണം. നിങ്ങളുടെ കയ്യിരിപ്പ് കാരണം അർഹത നഷ്ടപ്പെടുത്തിയതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ആനുകൂല്യം കിട്ടുന്ന കാര്യം വരുമ്പോൾ നിങ്ങൾ ദൈവത്തെ മറക്കും. നമുക്കതിൽ നിന്ന് നേട്ടം ഒക്കെ ഉണ്ടാകുന്ന വിഷയം വരുമ്പോഴേ നമ്മൾ കുറേ വചനം മറന്നു പോകും.
പിന്നെ പള്ളി മറക്കും. എനിക്ക് ഏറ്റവും ദേഷ്യം ഈ ദിവസം കുർബാന കാണുന്നവരെ. അപ്പം നിങ്ങളോർക്കും ജോസഫ് അച്ഛൻ പിന്നെ അതല്ലേ പറയണത്, എല്ലാ ദിവസവും കുർബാനക്ക് പോകണമെന്ന്. എല്ലാ ദിവസവും കുർബാനക്ക് പോകണം, കുർബാന സ്വീകരിക്കുകയും വേണം. പക്ഷേ നിങ്ങളുടെ ജീവിതമായിട്ട് എന്തെങ്കിലും ബന്ധം അതിനുണ്ടാകണം. ഞാൻ ഈ നാട്ടുപ്രാക്കളൊക്കെ ചെല്ലുമ്പോൾ ഒത്തിരി കുർബാന, ഞാൻ എത്രയോ പള്ളികളിൽ ഇരുന്ന ആളാണ്. യോ, എനിക്ക് ഈ ഓസ്തി മുറിച്ച് കപ്പേരുണ്ടല്ലോ, കപ്പേര് അവിടെ നിന്ന് ഒരു മെഷീൻ എടുത്തിട്ട് ഈ ഓസ്തി എല്ലാം ഇങ്ങനെ ഇരുന്നുകൊണ്ട് ഒറ്റയ്ക്ക് ഇരുന്നുകൊണ്ട് ഇങ്ങനെ ഓസ്തി, ചെറിയ ഓസ്തി, ഒരു വലിയ ഓസ്തിയാണ് നമുക്ക് കിട്ടണത്. അതിൽ നിന്ന് ചെറുതും വലുതുമൊക്കെ വെട്ടിയെടുക്കണം. വലുതിനെ വെട്ടിയെടുക്കണം, പിന്നെ ചെറിയ ബാക്കിയുള്ളതാണ് നമ്മൾ ചെറിയ ഓസ്തി ഉണ്ടാക്കിയിട്ട് കപ്പേര് ഇങ്ങനെ കൂട്ടി കൂട്ടി വെക്കും. ഇത് കാണുമ്പോൾ എനിക്ക് ചിരിയും വരും, ദേഷ്യവും വരും. എന്താണ്, എത്രയോ കാപട്യം പിടിച്ച ആൾക്കാരുടെ ഉള്ളിൽ കർത്താവ് ചെന്നടങ്ങേണ്ട സംഭവമാണിത്. അത് ഭയങ്കര സങ്കടകരമായി. ഇന്നത്തെ സഭയിൽ ഏറ്റവും സങ്കടകരമായ ആൾക്കാർ ഡെയിലി കമ്മ്യൂണിക്കൻ്റാണ്, ദിവസം കുർബാന സ്വീകരിക്കുന്നവർ. അവർ സൂക്ഷിച്ചില്ലെങ്കിൽ അവർ ആ പണി വരുന്നുണ്ട്. എന്താ പ്രശ്നം വെച്ചാൽ നിങ്ങൾക്ക് അറിയത്തില്ല നിങ്ങൾ എന്താണ് പാനം ചെയ്യണത്, ഭക്ഷിക്കണമെന്ന്. ബൈബിൾ പറയണത് ശിക്ഷാവിധി എന്നാ പറയണത്. ആ വചനെടുത്തേ, 1 കൊരിന്തോസ് 11:29. 1 കൊരിന്തോസ് 11:29. എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തന്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നത്. അപ്പൊ മനസ്സിലായില്ലേ, ശിക്ഷാവിധി ആൾക്കാരെ വായും പൊളിച്ച് വരുമ്പോൾ ഓർത്തേക്കണം, മിക്കവാറും ഇത് എൻ്റെ ശിക്ഷയ്ക്ക് അവസാനിക്കുമെന്ന്. അങ്ങനെ മനസ്സ് പറഞ്ഞാൽ പിന്നെ സ്വീകരിക്കരുത് നിങ്ങൾ. കാര്യം ദിവ്യകുർബാന എന്ന് പറയുമ്പോൾ നമ്മൾക്ക് പണ്ടൊരു വിശുദ്ധനുണ്ടായിരുന്നു, എനിക്ക് എപ്പോഴും എനിക്ക് ഇഷ്ടമുള്ള ആളയാൾ. അയാൾക്ക് 8 കിലോമീറ്റർ 8 മൈൽ നടക്കണം അങ്ങേരുടെ ഫാക്ടറി ജോലി ചെയ്യണം. അപ്പോൾ ഒരു ചോറ്റുപാത്രത്തിൽ ചപ്പാത്തിയും കൊണ്ട് പുള്ളി ഓടാതെ എത്തത്തില്ല അവിടെ വരെ. പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുർബാന കൂടുന്നത്. പിന്നെ കുർബാനയുടെ സമയമാകുമ്പോൾ പുള്ളി പോണ സമയത്ത് വഴി പള്ളിയുണ്ട്, പക്ഷേ പള്ളി അടച്ചു പോകും. പുള്ളിക്ക് സങ്കടമാണ് കർത്താവിനെ കാണാൻ പറ്റാത്ത. അപ്പോൾ ഉടനെ അടക്കണ പള്ളിയിൽ ഓട്ടത്തിൽ ഈ പാത്രവും കയറ്റി പിടിച്ചുകൊണ്ട് 2 മുട്ടും ദാനവാതിലെ. എന്നിട്ട് പറയും, കർത്താവേ മാട്ടും വന്നു കേട്ടാ, മാട്ടിന് സമയമില്ലെന്ന് എനിക്കറിയാവില്ല, മാട്ടും പോകണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണത് കേൾക്കണത്. എന്ന് വെച്ചാൽ അങ്ങനെ പോയി ആ മനുഷ്യൻ വിശുദ്ധ മാട്ടിനായി. അപ്പം ദിവ്യകുർബാനെ ചുമ്മാ ഒരു 1/2 കിലോമീറ്റർ അകലെ നിന്ന് അടച്ചിട്ട പള്ളിയുടെ പുറത്ത് നിന്ന് നമുക്ക് വിശുദ്ധരാകാൻ പറ്റൂ. ആ സ്ഥലത്താണ് നീ ദിവസവും പോയി കുർബാന സ്വീകരിച്ച്. ഉടമ്പടിയിലെ മെയിൻ സംഭവം കുർബാന സ്വീകരണം തന്നെയാണ്, ഒരു കാര്യം. പക്ഷെ എപ്പോഴും ഓർത്തേക്കണം, അത് പറഞ്ഞ് നമുക്ക് അർഹത ഇല്ലാത്തതാണെങ്കിൽ നമ്മൾ സ്വീകരിക്കരുത്. അതെപ്പോഴും ഓർത്തേക്കണം, അർഹത ഉണ്ടാക്കിയെടുക്കണം നമ്മൾ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. എൻ്റെ പേര് ഡയാന. ഞാൻ കോതമംഗലത്തു നിന്നാണ് വരുന്നത്. 2023 ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നത്. ആ ടൈമിൽ ഞാൻ ജർമ്മൻ പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ജർമ്മൻ പഠിച്ച് ഒരു എക്സാമിൻ്റെ ഭാഗമായിട്ട് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുമായിരുന്നു. എല്ലാവരെ പോലെ എൻ്റെ കാര്യങ്ങൾ മാത്രം നടന്ന്, അല്ലെങ്കിൽ നമുക്ക് മനുഷ്യനുള്ളൊരു ഇതുണ്ടല്ലോ, സ്വന്തം കാര്യം മാത്രം നേടിയെടുക്കുക എന്നുള്ളൊരു സംഭവത്തിൽ മാത്രമായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് മാത്രം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് എനിക്ക് ഇന്ന എക്സാം പാസ്സാക്കി തരണം എന്ന് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു. അല്ലാതെ മാതാവിനെയോ അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ ഞാൻ എൻ്റെ കാര്യങ്ങൾക്ക് മാത്രം മുൻഗണന കൊടുത്ത് ഞാനത് പറഞ്ഞുകൊണ്ടിരുന്നു. അതിനുശേഷം ഞാൻ എക്സാം എഴുതാൻ പോയി. എനിക്ക് ഒരു മൊഡ്യൂളും കൂടി എക്സ്ട്രാ കിട്ടി. പക്ഷേ അതുകൊണ്ട് ആ ഒരു ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്കുണ്ടായിരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, ഫിനാൻഷ്യൽ ക്രൈസിസ്, ഒരുപാട് കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനതൊന്നും കാര്യമാക്കാതെ, ഞാൻ നിയോഗത്തിൽ വെച്ച കാര്യങ്ങളൊന്നും നടന്നില്ലല്ലോ, അതുകൊണ്ട് എനിക്കത് ഒന്നും സെറ്റായില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടാതിരിക്കാനുള്ള കാര്യങ്ങളായിട്ട് തുടങ്ങി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വർക്കാവുന്നില്ല, എനിക്ക് ഉടമ്പടി എടുത്തിട്ട് ഉപകാരമില്ല എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നു തുടങ്ങി. അതിനുശേഷം
ആദ്യത്തെ ഉടമ്പടി ഞാൻ എങ്ങനെയോ പൂർത്തിയാക്കി. പക്ഷേ എൻ്റെ ഭർത്താവിന് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു ഇതിൻ്റെ അകത്ത്. ആദ്യത്തെ ഉടമ്പടി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് രണ്ടാമത് പോയി ഉടമ്പടി എടുക്കാം. അത് ഞാൻ താല്പര്യമില്ലാതെയാണ് വന്നെടുത്തത്. താല്പര്യമില്ലാതെ എടുത്ത് ഞാൻ ആ ഒരു ഉടമ്പടി ക്ലിയർ ആയിട്ട കാര്യങ്ങളൊന്നും തന്നെ ചെയ്തില്ല. പക്ഷേ ആ 90 ദിവസമാണെങ്കിലും എൻ്റെ കൂടെ കാവലായിട്ടും കരുതലായിട്ടും അമ്മ മാതാവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാനതൊന്നും കണ്ടില്ല എന്ന് വെക്കുമായിരുന്നു ആദ്യം ചെയ്തത്. അതിനുശേഷം ഞാൻ പിന്നെ ഉടമ്പടിയൊന്നും കാര്യങ്ങൾ എടുക്കാതെ കുറച്ച് നാളുകളിൽ ഒന്നും ചെയ്യാതിരുന്നു. അതിനുശേഷം ആ ടൈം വരെ എനിക്ക് വേണ്ടിയിട്ടും മറയായി പിടിച്ച മാതാവ് എൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നതൊക്കെ എനിക്ക് തിരിച്ചു വരാൻ തുടങ്ങി. എൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ, എനിക്ക് ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുകൾ, എനിക്ക് രാത്രിയൊക്കെ ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടാക്കിയിട്ട് ഉറങ്ങാത്ത ഒരുപാട് ദിവസങ്ങൾ, ഇതൊക്കെ എനിക്ക് വളരെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കി. അപ്പോഴാണ് ഹസ്ബൻഡ് പറയണത് നമുക്ക് പോയി ഉടമ്പടി എടുക്കാം എന്ന് പറയണത്. എന്നിട്ട് ഞാൻ രാത്രിയൊന്നും ഉറക്കമില്ലാതെ ഞാൻ തൈലവും തേച്ച് അതുപോലെ തന്നെ തേനൊക്കെ കഴിച്ച് ഞാൻ കിടന്ന് ഉറങ്ങണേ. അതിനുശേഷം പിറ്റേ ദിവസം ഞാൻ രാവിലെ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാമെന്നുള്ളൊരു ചിന്ത വന്നു. പക്ഷേ മാതാവ് വിചാരിച്ചാൽ മാത്രമേ നമുക്കിവിടെ വന്ന് നിൽക്കാൻ പറ്റുള്ളൂ, അല്ലെ നമ്മൾ വിചാരിച്ചാൽ മാത്രം പറ്റത്തില്ല. പക്ഷേ എൻ്റെ വീട് തൊട്ട് ഇവിടം വരെ എനിക്ക് വരാനുള്ള ബുദ്ധിമുട്ടുകൾ ചെറുതൊന്നും ആയിരുന്നില്ല. എൻ്റെ വീട് കോതമംഗലമാണ്. കോതമംഗലം ടു ആലപ്പുഴ ഏകദേശം ഒരു 5 മണിക്കൂർ യാത്രയുണ്ട്. ഞാൻ അവിടം തൊട്ട് ഇവിടം വരെ ഛർദിയായിരുന്നു. അതുപോലെ തന്നെ വളരെ ബുദ്ധിമുട്ടായ കാര്യങ്ങളിലൂടെ വന്ന് ഞാനിവിടെ 3ാമത്തെ ഉടമ്പടി എടുത്തു. ആ ഉടമ്പടിയിൽ നിന്ന് എൻ്റെ ജീവിതം മാറ്റിയത് ചെറിയൊരു ചേഞ്ച് ആയിരുന്നില്ല. കാരണം ആ ഉടമ്പടി ഞാൻ ഇപ്പോഴും പറയണത് ഞാൻ വളരെ നന്നായിട്ട് എടുത്തൊരു ഉടമ്പടിയാണ് 3ാമത്തെ ഉടമ്പടി. കാരണം അത്രയും നന്നായി പ്രാർത്ഥിച്ച് എൻ്റെ എല്ലാ കാര്യങ്ങളിലും ഞാൻ മാതാവിനെ മധ്യസ്ഥ നിർത്തി ഓരോരോ കാര്യങ്ങൾ എനിക്ക് ഭക്ഷണം തരണതിനോട് പോലും എനിക്ക് നന്ദി പറഞ്ഞ് ഞാൻ നന്ദികേട് പറയൽ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും മനുഷ്യന്മാർക്കുള്ളൊരു പ്രശ്നമാണ്, നമ്മൾ നന്ദികേട് പറയും. എനിക്ക് ഇന്നത് തന്നില്ല എന്ന് പറഞ്ഞ് നന്ദികേട് പറയും. പക്ഷെ നമ്മൾ ഒരിക്കലും നന്ദി പറയൂല. ഇന്നത് നമുക്ക് കിട്ടി എന്നുള്ള രീതിക്ക് നന്ദി ഒന്നും പറയില്ലായിരുന്നു. പക്ഷെ അന്ന് തൊട്ട് ഞാൻ എൻ്റെ ദൈവത്തിനോട് നന്ദി പറയാൻ തുടങ്ങി. എനിക്ക് മാതാവിനോട് ഞാൻ നന്ദി പറയാൻ തുടങ്ങി, ദൈവത്തിനോട് ഞാൻ നന്ദി പറയാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ പ്രശ്നങ്ങളൊക്കെ ഒരാഴ്ച, ഏകദേശം ഉടമ്പടി എടുത്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അസുഖങ്ങൾ കാര്യങ്ങളൊക്കെ മറഞ്ഞു പോയെന്നാണ് പറയാൻ പറ്റുള്ളൂ. കാരണം എനിക്ക് എത്രയും നാൾ എനിക്കുണ്ടായിരുന്ന ശ്വാസം മുട്ട്, ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കാണാണ്ടായി. അതിനുശേഷം കണ്ടിന്യൂ എനിക്ക് വിശ്വാസം ഉറക്കുക എന്നൊക്കെ പറയില്ലേ, നമ്മൾ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോയാലാണ് നമ്മുടെ വിശ്വാസങ്ങൾ ഉറക്കിക്കോളും. അതായിരുന്നു എൻ്റെ ജീവിതത്തിൽ നടന്നത്. കാരണം നമുക്ക് ചുമ്മാ കിട്ടിക്കഴിഞ്ഞതിന് വില ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ച് നേടുമ്പോൾ നമുക്ക് കിട്ടുന്ന വില അത് ചെറുതല്ല. അതെനിക്ക് ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ നമുക്കത് കിട്ടുമ്പോൾ നമുക്കതിന് ഭയങ്കര മൂല്യം ഉണ്ടാവും. അങ്ങനെയായിരുന്നു എൻ്റെ വിശ്വാസം എനിക്ക് കിട്ടിയത്. ഞാനൊരു വിശ്വാസി ആയിരുന്നില്ല, പക്ഷേ ഇപ്പം എനിക്ക് പറയാം ഞാനൊരു പൂർണ്ണ വിശ്വാസിയാണ്. കാരണം ഞാൻ അത്രയും പരീക്ഷണങ്ങളിലൂടെ നടന്നിട്ടുണ്ട്, അത്രയും കാര്യങ്ങൾ എനിക്ക് അനുഭവിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു പ്രശ്നത്തിൽ എനിക്കറിയില്ല, എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒരു ദൈവം അയക്കണ ദൂതനെ പോലെ ആരെങ്കിലുമൊക്കെ വന്ന് നിൽക്കും എനിക്ക് രക്ഷകനായിട്ട്, അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രശ്നത്തിന് വേണ്ടിയിട്ട്. എനിക്കത് മറക്കാൻ പറ്റാത്ത പല പല കാര്യങ്ങളുണ്ട്. ചർമ്മം പഠിച്ചുകൊണ്ടിരുന്നെന്ന് പറഞ്ഞല്ലോ. ഈ ചർമ്മം പഠിച്ചു കഴിഞ്ഞപ്പം എനിക്ക് ഫിനാൻഷ്യലായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ ദൈവത്തിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജന്മം പഠിക്കുന്ന ടൈമിൽ എനിക്ക് എമൗണ്ട് കാര്യങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല, എനിക്കിത് പോകാൻ നേരത്ത് എനിക്ക് എമൗണ്ട് തരണം, എൻ്റെ ഒരു സ്ഥലമോ കാര്യങ്ങളോ ഒന്നും തന്നെ എനിക്ക് വെക്കാനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല, നീ എനിക്കൊരു എമൗണ്ട് തരണം, എനിക്ക് പോകാൻ നേരത്തെ എനിക്ക് പോകാനുള്ള പൈസ തരണം, നീ തരുമെന്ന് എനിക്കറിയാം എന്നുള്ളൊരു വിശ്വാസം എനിക്ക് ഭയങ്കരമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ലോൺ വെച്ചത് ഒരു സെൻറ്റ് സ്ഥലമോ അല്ലെങ്കിൽ ഒന്നിൻ്റെയും ഈടില്ലാതെ എനിക്ക് ലോൺ പാസ്സായി. അത് ചെറിയൊരു കാര്യമായിരുന്നു. കാരണം ഒരുപാട് ആൾക്കാർ സ്ഥലവും കാര്യങ്ങളും വെച്ചിട്ട് പോലും കിട്ടാത്തൊരു ലോണ് എനിക്ക് ഒന്നിൻ്റെയും ബേസിലില്ലാതെ എനിക്ക് ലോൺ കിട്ടി. പിന്നെ അതുകൂടാതെ ഞാൻ പ്രോസസ്സിങ്, അതുപോലെ തന്നെ ഞാൻ പഠിച്ചതിൽ നിന്ന് തന്നെ എനിക്കൊരു വരുമാനം കിട്ടണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം എനിക്ക് സ്വന്തമായിട്ട് പൈസ ചിലവാക്കാതെ കയറിപ്പോവുക, അല്ലെങ്കിൽ ലോണാണെങ്കിലും അത് കടമാണല്ലോ, അതൊന്നും എടുക്കാതെ എനിക്ക് കയറിപ്പോകാൻ പറ്റണേ എന്നൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് തന്നെ പ്രോസസ്സിങ് ചെറുതായിട്ട് ചെയ്യാൻ പറ്റി. അങ്ങനെ ഞാൻ പ്രോസസ്സിങ് ചെയ്ത് എനിക്ക് ഫിനാൻഷ്യലൊന്ന് സെറ്റായി തുടങ്ങി. പക്ഷേ എന്നാൽ പോലും എൻ്റെ ഒരു ചിന്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും ഞാൻ പ്രോസസ്സിങ് ചെയ്യുന്നുണ്ട്, പക്ഷെ പോലും എനിക്ക് പറ്റണില്ല, എനിക്ക് പ്രോസസ്സിങ് ചെയ്യാൻ പറ്റില്ല. എൻ്റെ കാര്യത്തിൽ പ്രോസസ്സിങ് എനിക്ക് പറ്റണില്ല. ഞാനൊരു 4 വർഷത്തോളമായി ഇപ്പോൾ ചർമ്മം പഠിക്കണം.
ഞാൻ അതിനുശേഷം ഞാനത് ഞാൻ മാരീഡാണ്, അതുകൊണ്ട് തന്നെ എൻ്റെ പാസ്പോർട്ടിൽ സ്പൗസിൻ്റെ നെയിമുണ്ട്. അപ്പം ഞാൻ വെക്കാൻ ഉദ്ദേശിച്ച പ്രോഗ്രാമിന് സ്പൗസ് നെയിം ആണെങ്കിൽ റിജക്ഷൻ കിട്ടും. അത് പലരും പറയുന്നത് 100% റിജക്ഷൻ ചാൻസ് ഉണ്ട്, ചിലർക്ക് കിട്ടിയാൽ കിട്ടി എന്നുള്ളതായിരുന്നു. എന്നാൽ പോലും എനിക്ക് ഇൻ്റർവ്യൂ കാര്യങ്ങളൊന്നും തന്നെ ശരിയാവുന്നില്ലായിരുന്നു. അതിനുശേഷം ആ ടൈമിലാണ് ഞാൻ അതുവരെ എനിക്ക് അമ്മ മാതാവിനോടായിരുന്നു കണക്ഷൻ ഉണ്ടായിരുന്നത്. ആ ടൈമിൽ ഞാൻ എനിക്ക് ഒരുപാട് ഇൻ്റർവ്യൂ ഒന്നും ഞാനത് എനിക്കത് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് 50 നോമ്പിൻ്റെ സമയത്ത് ഞാൻ അവിടെ അടുത്തൊരു പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുകയാണ്. അപ്പം അവിടെ ഈശോനോടാണ് പ്രാർത്ഥിക്കുന്നത്. ഞാൻ അതുവരെ എനിക്ക് ഈശോനോട് ഞാൻ മധ്യസ്ഥ വയ്ക്കാൻ ഒന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് ഈശോനോടൊരു കണക്ഷനും ഉണ്ടായിരുന്നില്ല. ഞാൻ അവിടെ ചെന്ന് ഈശോനോട് പറഞ്ഞു, എൻ്റെ ഈശോയെ, എനിക്കിങ്ങനെയൊന്നും ഇൻ്റർവ്യൂ ഒന്നും ശരിയാവണില്ല, നീ എനിക്ക് വേണ്ടിയിട്ടൊന്ന് മധ്യസ്ഥ ദൈവം തമ്പുരാനാണ്, നീ ഒന്ന് ചെയ്ത് താട്ടെ എന്ന് പറയുവാണ്. ഞാൻ എന്നിട്ട് പറഞ്ഞു, എനിക്ക് 11-ാം തീയതിയാണ് VFS ഡേറ്റ് ഞാൻ എടുത്തേക്കുന്നത്, എനിക്ക് 11-ാം തീയതി വെക്കണം. ഞാൻ പറയുന്നത് 8-ാം തീയതിയാണ്. എന്നിട്ട് പിറ്റേ ദിവസം അന്ന് എനിക്ക് വൈകുന്നേരം എനിക്ക് മെയിൽ വന്നേക്കാണ്, എനിക്ക് ഇങ്ങനെ ഒരു സ്കൂളിൽ നിന്ന് ഇങ്ങനെ എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പിറ്റേ ദിവസം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അവർ അറ്റൻഡ് ചെയ്ത് അരമണിക്കൂറിനുള്ളിൽ കഴിഞ്ഞ് പറഞ്ഞു അവർക്ക് ഓക്കെ ആണെന്ന്. ഓക്കെ ആയി കഴിഞ്ഞപ്പോഴും ഞാൻ അന്ന് വൈകുന്നേരം സന്ധ്യാപ്രാർത്ഥനയ്ക്ക് പള്ളിയിൽ വന്നിട്ട് പറഞ്ഞു, എനിക്കത് ഓക്കെ ആയി, കുഴപ്പമില്ല, 11-ാം തീയതി വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് പിന്നെ വെച്ചാൽ കുഴപ്പമില്ല, എനിക്ക് മെയ് ലാസ്റ്റിലേക്കാണ് പോണത്, അപ്പം അതുകൊണ്ട് എനിക്കത് കുഴപ്പമില്ല, ഞാൻ അടുത്ത മാസം VFS ഒന്നും കൂടി എടുത്തോളാം എന്ന് പറഞ്ഞു. പക്ഷേ അന്ന് വൈകുന്നേരം എനിക്ക് മെയിൽ വന്നേക്കാണ് കോൺട്രാക്റ്റും കാര്യങ്ങളൊക്കെ അന്ന് 11-ാം തീയതി വെച്ചോ എന്നുള്ള രീതിക്ക് എനിക്ക് കോൺട്രാക്റ്റും കാര്യങ്ങളൊക്കെ അന്ന് എനിക്ക് കിട്ടി. ഞാൻ അന്ന് 11-ാം തീയതി തന്നെ കൊണ്ടുപോയി VFS വെച്ചു. പക്ഷെ എന്നാൽ പോലും എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നത്, ഇത്രയും ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് മാരീഡ് ആയതുകൊണ്ട് സ്പൗസ് നെയിം പാസ്പോർട്ടിലുള്ളത് കൊണ്ട് നിനക്ക് റിജക്ഷൻ വരും എന്ന് പലരും പറഞ്ഞു. പലരും 100% റിജക്ഷൻ വരും എന്ന് പറഞ്ഞു, ചിലർ 90% പറഞ്ഞു, ഒരു 1% ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഈശോനോട് പറഞ്ഞു, എനിക്കിത് നീ തരണം, കാരണം ഞാൻ ഒരുപാട് വേദനകൾ സഹിച്ചേക്കണയാണ്, എനിക്കിത് കിട്ടിയാലാണ് എൻ്റെ ലൈഫിൽ എന്തെങ്കിലും ഒരു തുടക്കം എനിക്ക് ആവാൻ പറ്റുള്ളൂ, ഞാൻ ഒരുപാട് കഷ്ടപ്പാടെന്ന് പറഞ്ഞാണ്, എനിക്ക് നീ തരണം, എനിക്ക് വാശി പിടിക്കുമെന്ന് ഞാൻ ചെയ്ത്, എനിക്ക് തരണം. ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ വന്ന് ഈ പള്ളി വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ അവിടെയുള്ളൊരു പള്ളിയിൽ നിന്നിട്ട് വന്ന് തുറക്കും, ഞാൻ പാസ്പോർട്ട് കയറ്റി കഴിയുമ്പോൾ ഇവിടെ വന്നാണ് തുറക്കുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് എനിക്ക് പാസ്പോർട്ട് കിട്ടിയെന്ന് പറഞ്ഞാൽ ബാംഗ്ലൂരായിരുന്നു വെച്ചപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് പാസ്പോർട്ട് വന്നു. പാസ്പോർട്ട് കിട്ടി ഞാൻ പള്ളിയിൽ വന്ന് തുറക്കുകയാണ്. തുറന്നപ്പോൾ എനിക്ക് വിശ്വാസമുണ്ട് കിട്ടും, എൻ്റെ ദൈവം എന്നെ കൈവിടില്ല എന്ന് എനിക്ക് ഭയങ്കരമായിട്ട് വിശ്വാസമുണ്ട്. പക്ഷേ എന്നാൽ പോലും മറ്റുള്ളവർ ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ കോൺഫിഡൻ്റായിട്ട് റിജക്ഷൻ കിട്ടിയെന്ന് പറയുമ്പോൾ നമുക്കൊരു ടെൻഷനുണ്ട്. ഞാൻ എന്നിട്ടും തുറക്കുവാണ്. എന്നിട്ട് ഞാൻ പാസ്പോർട്ട് തുറന്നപ്പോഴാണ് വിസ അടിച്ചതിൻ്റെ അകത്ത് ഞാനത് ഇവിടെ ഇരുന്ന് തുറന്ന പേജ് വിസ അടിച്ച് വന്നേക്കണ പേജാണ്. ഞാൻ സത്യം പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് കരഞ്ഞു, കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല ഇങ്ങനെ അതൊരു 90% റിജക്ഷൻ ചാൻസ് ഉള്ള വിസ എനിക്കത് പൊന്നുതമ്പുരാൻ്റെ മധ്യസ്ഥതയിൽ എനിക്ക് കിട്ടിയേക്കണെയാണ്. അപ്പം ഒരുപാട് നന്ദിയുണ്ട് എനിക്ക്. അമ്മ ഇവിടെ വന്ന അമ്മ മാധവൻ്റെ മധ്യസ്ഥതയിലാണ് എനിക്ക് പല കാര്യങ്ങളും നടന്നേക്കണം. അതുപോലെ തന്നെ എൻ്റെ ഈശോൻ്റെ മധ്യസ്ഥതയിലാണ് എനിക്ക് ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നടന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് അവരോട് രണ്ടുപേരോടും ഒരുപാട് നന്ദിയുണ്ട്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് എനിക്ക് പത്രമൊക്കെ കൊടുക്കാൻ എല്ലാവരും ഭയങ്കര മടിയായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാണക്കേട്, ഞങ്ങളുടെ അവിടെയുള്ള ആൾക്കാർ കാണുമല്ലോ, ഇവിടെയുള്ള ആൾക്കാർ കാണുമല്ലോ എന്നുള്ളൊരു ചിന്തയായിരുന്നു. പക്ഷേ ഈ 3ാമത്തെ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ആ ചിന്ത ഇങ്ങ് മാറി. ആര് കണ്ടാലും എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ എന്തൊക്കെ പറഞ്ഞാലും വിശ്വാസിയാണ്, ഞാൻ വിശ്വാസി ആയതുകൊണ്ടാണ് ഞാൻ കൊടുക്കും, ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ എനിക്ക് ഫിനാൻഷ്യലി ഞാൻ സെറ്റല്ലാത്ത സമയത്ത് ഞാൻ ഫുഡൊക്കെ ഞങ്ങൾ സിറ്റിയിലേക്ക് പോകുമ്പോൾ പൊതിച്ചോറൊക്കെ കെട്ടി ഒരു 2-3 പൊതിച്ചോറൊക്കെ കെട്ടിക്കൊണ്ട് പോകും. അർഹതയുള്ളവനെ എത്തിക്കണേ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞിട്ടാണ് ഞാനത് കെട്ടുന്നത്. എന്നിട്ട് ഞാൻ ആൾക്കാർക്ക് കൊടുക്കും. പക്ഷേ ഫിനാൻഷ്യൽ ഒന്ന് സെറ്റായി കഴിഞ്ഞപ്പം ഞാൻ അവിടെ ഉണ്ടായിരുന്ന ഹോസ്പിറ്റലിൽ ഒരു 60-70 പേരുണ്ട്, അവിടേക്ക് 2 പ്രാവശ്യം ഫുഡ് കൊടുത്തു. അതുപോലെ തന്നെ ഞങ്ങളുടെ അടുത്തൊരു സിസ്റ്റർ നടത്തുന്ന ഒരു ഓൾഡ് ഏജ് ഹോം പോലെയുണ്ട്, അവിടെ ഒരു 2 പ്രാവശ്യം, ഈ കഴിഞ്ഞ ആഴ്ചയായിരുന്നു കൊടുത്തത് 1 പ്രാവശ്യം, പിന്നെ അതിന് മുന്നും കൊടുത്തു. ഇതൊക്കെയാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ. അതുപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ നടത്തി തന്നതിനും എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദിയുണ്ട്. എനിക്ക് വേണ്ടി മധ്യസ്ഥ പറഞ്ഞതിനും എൻ്റെ പൊന്നുതമ്പുരാനും എൻ്റെ അമ്മ മാതാവിനും ഒരുപാട് നന്ദി ഞാൻ പറയുന്നു. ആദ്യമായി തന്നെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷിയാക്കി എന്നെയും എൻ്റെ കുടുംബത്തിനെയും ഉയർത്തിയതിന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു.
എൻ്റെ പേര് ഡെസ്മണ്ട് ജെ തരകൻ. ഞാൻ കറുകുറ്റി സെൻറ്റ് സേവേഴ്സ് ഫൊറൈൻ ചർച്ചിൽ നിന്നാണ് വരുന്നത്. 2024 സെപ്റ്റംബർ 22 എൻ്റെ മകൻ ICUവിലായി ക്രിട്ടിക്കലായിരിക്കുന്ന സമയത്ത് എൻ്റെ സുഹൃത്തുക്കളും അയൽവക്കക്കാരും പറഞ്ഞതനുസരിച്ചാണ് കൃപാസനത്തിൽ ഞാൻ വരുന്നത്. അതിനുശേഷം മകന് ICUവിൽ നിന്ന് സൗഖ്യം ലഭിക്കുകയും ചെയ്തു. പണ്ട് മുതലേ കൃപാസനത്തിൽ വരണമെന്ന് ആഗ്രഹിച്ചിരുന്നെങ്കിലും പലരും അത് നിനക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല എന്ന് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തിയെങ്കിലും ദൈവം എന്നെ ഇതിലൂടെ കൃപാസനത്തിൽ എത്തിക്കുകയായിരുന്നു. പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ ഉടമ്പടി ചെയ്തതിന് ശേഷം പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് നിൽക്കുമ്പോൾ തന്നെ എനിക്ക് സുഗന്ധാഭിഷേകം ഉണ്ടാവുകയും അതെന്നെ വളരെ സന്തോഷിപ്പിക്കുകയും ചെയ്തു. പിന്നീട് വീട്ടിലെത്തിയപ്പോൾ മുതൽ തൈലം പുരട്ടി എൻ്റെ മുട്ടിന് ലിഗമെൻ്റ് കംപ്ലീറ്റ് ടയറായിരുന്നു. അപ്പോൾ തൈലം പുരട്ടി പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ ഒരു സർജറി ഉടനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു 2 ആഴ്ച ഗ്യാപ്പ് എടുത്തു. തൈലം പുരട്ടി പ്രാർത്ഥിച്ചു. അതിനുശേഷം MRI ചെയ്തപ്പോൾ കുറച്ച് പാർഷ്യൽ ടയറായിട്ട് അത് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് അതിൻ്റെ സർജറി ചെയ്തിട്ടില്ല. പിന്നെ പലപ്പോഴും ഒരു പ്രാവശ്യം ഒരു ഫയർ വർക്ക്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ കാലിൻ്റെ മുട്ട് വീണ്ടും ഒരു സബ്ലക്സേഷൻ പോലെ വരികയും മുട്ട് മടങ്ങി നിവർത്താൻ പറ്റാത്ത അവസ്ഥയിലാവുകയും ചെയ്തു. അപ്പോൾ പെട്ടെന്ന് ഭയങ്കര വേദന വന്ന കട്ടിൽ കിടന്ന സമയത്ത് തൈലം പുരട്ടാനായിട്ടുള്ള തോന്നലുണ്ടാവുകയും തൈലം പുരട്ടി പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ മാതാവ് തന്നെ എന്നോട് കമിഴ്ന്ന് കിടക്കാനും കാല് മടക്കാനായിട്ട് ഫ്ലക്ഷൻ ചെയ്യാനായിട്ട് പറഞ്ഞു. അങ്ങനെ ചെയ്തപ്പോൾ തന്നെ ഒരു ഒച്ചയോടുകൂടി ആ കാല് ശരിയാവുകയും ആ വേദന അപ്പം തന്നെ മാറുകയും ചെയ്തു. അതിനുശേഷം ഒരു പ്രാവശ്യം കൂടി ഇതേപോലെ ഉണ്ടായപ്പോൾ പിന്നെ ആദ്യം എനിക്ക് ശരിക്കും പറഞ്ഞാൽ അമ്മ പഠിപ്പിച്ച് തന്നതായിട്ടാണ്. ഞാൻ ENT ആണ്. അപ്പോൾ എനിക്ക് ഓർത്തോയുടെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞുകൂടാ. അമ്മ പഠിപ്പിച്ച് തന്ന ടെക്നിക്ക് ഉപയോഗിച്ച് പിന്നെയും എനിക്ക് കാല് ആ ഒരു രീതിയിൽ മടക്കുകയും നിവർത്തുകയും ചെയ്തപ്പോൾ അത് വീണ്ടും ശരിയായി കിട്ടി. പിന്നീട് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. എപ്പോഴും കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം രാവിലെയും വൈകിട്ടും തിരിതെളിച്ചുള്ള പ്രാർത്ഥനയും അതിനുശേഷം രാത്രി കിടക്കുന്നതിന് മുമ്പ് എല്ലാ മക്കളുടെയും ഭാര്യയുടെയും അപ്പൻ്റെയും അമ്മയുടെയൊക്കെ നെറ്റിയിൽ തൈലം കൊണ്ട് കുരിശ് വരച്ചിട്ടാണ് ഞങ്ങൾ കിടക്കാറുള്ളത്. രണ്ടാമത് എനിക്ക് പെട്ടെന്ന് ഒരു ഭയങ്കരമായിട്ടുള്ള വയറുവേദനയും ഒരു പെട്ടെന്ന് ടോയ്ലറ്റിൽ പോകണം എന്നുള്ളൊരു സതും വന്നു. ആദ്യമൊക്കെ ഇങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് മരുന്ന് തേടി പോവുകയായിരുന്നു. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം തൈലം പുരട്ടി കുറച്ച് നേരം പ്രാർത്ഥിച്ചപ്പോൾ അത്ഭുതകരമായിട്ട് അപ്പം തന്നെ അത് മാറി. പിന്നെ അതുപോലെ ഞങ്ങൾ കട്ടിൽ കിടക്കുന്ന പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് ലൈറ്റ് ഇട്ടിട്ടാണ് അപ്പോൾ കിടക്കുന്നത്. അപ്പോൾ പ്രാണികളുടെ ശല്യം വരാറുണ്ട്. അപ്പോൾ അതും ഞങ്ങൾ ലൈറ്റ് ഓഫാക്കിയിട്ട് മാറാണ്ടായപ്പോൾ തൈലം തേച്ച് പുരട്ടിയപ്പോൾ അപ്പം തന്നെ ആ ചൊറിച്ചിൽ അല്ലെങ്കിൽ ഏത് ചൊറിച്ചിലായി മാറുന്ന പെട്ടെന്ന് മാറുകയും പിന്നീട് ആ രാത്രി അങ്ങനെ പ്രശ്നം ഉണ്ടാവുകയും പ്രശ്നമില്ലാതിരിക്കുകയും ചെയ്തു. അതുപോലെ ജോലി സ്ഥലത്ത് എല്ലാവർക്കും അറിയാം, എല്ലാ ജോലിക്കും എല്ലാവർക്കും നല്ല സമ്മർദ്ദമുള്ള അവസരമാണ്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് തൈലം ആദ്യം തന്നെ ടേബിളിൽ ഉപ്പ് വിതറി വിശ്വാസപ്രമാണം ചൊല്ലിയിട്ടാണ് ജോലി തുടങ്ങാറ്. അതുകൊണ്ട് വളരെ നയപരമായിട്ടും സമ്മർദ്ദമില്ലാതെയും ജോലി തീർക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ രോഗികളുടെ ഇപ്പോൾ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലായാലും 12 പ്രൊസീജിയേഴ്സൊക്കെ ഉള്ള സമയത്ത് ഞാൻ ഉപ്പ് അവിടെ വിതറി വിശ്വാസപ്രമാണം ചൊല്ലിയിട്ട് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലമായിട്ട് ആരോ എന്നെ വേഗത്തിൽ ചെയ്യാനായിട്ട് എന്നെക്കൊണ്ട് ചെയ്യിക്കുന്നതായിട്ട് തോന്നുകയും 12 വളരെ സമയ ചുരുക്കത്തിൽ ആ ഇതെല്ലാം ചെയ്ത് തീർക്കാനും അതുപോലെ വർഷങ്ങൾക്ക് മുമ്പ് പഠിച്ച കാര്യങ്ങൾ പോലും ഓർത്തെടുത്ത് വളരെ പെട്ടെന്ന് സർജറി ചെയ്യാനും അതുപോലെ രോഗികൾക്ക് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടാകുമ്പോൾ ധൈര്യത്തോടുകൂടി നേരിടാനും എന്നെ മാതാവ് സഹായിച്ചു. ഞാൻ മാതാവിൻ്റെ ഒരു തെളിവ് എന്നെ മാതാവ് ആദ്യം സുഗന്ധാഭിഷേകത്തിലൂടെ എന്നെ അറിയിച്ചെങ്കിലും എനിക്ക് ഇപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചിരുന്നു മാതാവ് എന്നോട് നേരിട്ട് ഒന്ന് ഇടപെടണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അപ്പം ഞാൻ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് തിരുനാളിൻ്റെ ആ അടുത്ത ദിവസങ്ങളിൽ തിരുഹൃദയത്തിലെ അഗ്നി കത്തുന്നത് പോലെ ആ മെഴുകുതിരിയിൽ വന്നിരുന്നു. പിന്നെ വിമല ഹൃദയ തിരുനാളിൻ്റെ അന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് ഒരു മെഴുകുതിരിയുടെ പീസ് ഉരുകി വീഴാതെ അതിങ്ങനെ തെറിച്ച് വീണു. അതിൽ നോക്കുമ്പോൾ അത് ഹാർട്ടിൻ്റെ ഷേപ്പായിരുന്നു. അപ്പോൾ എനിക്ക് അതിലൂടെ മാതാവ് എന്നോട് വിമല ഹൃദയത്തോട് ഒരുപാട് അടുപ്പിക്കുന്നതായിട്ടും മാതാവിനോടുള്ള ഭക്തി എന്നിൽ നിന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെന്നും എനിക്ക് മനസ്സിലായി. അതിനുശേഷം പലപ്പോഴും പ്രാർത്ഥിക്കുന്ന മാതാവ് നീല മെഴുകുതിരിയിൽ വരാറുണ്ട്. പിന്നെ എപ്പോഴും മുല്ലപ്പൂവിൻ്റെ ഒരു ഷേപ്പ് അതിൻ്റെ വക്കീലായിട്ട് എപ്പോഴും വരാറുണ്ട്. ഇപ്പോഴും അതുപോലെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പോഴും എന്തെങ്കിലും ഒരു മുല്ലപ്പൂവിൻ്റെയോ അല്ലെങ്കിൽ പിന്നെ മാതാവിൻ്റെ പ്രാർത്ഥിക്കുന്ന രൂപവും എപ്പോഴും വരാറുണ്ട്. അതെനിക്ക് മാതാവിൻ്റെ സാന്നിധ്യം കൂടുതൽ
അറിയാനും എൻ്റെ വിശ്വാസം ആഴപ്പെടുത്താനും സഹായിക്കുന്നുണ്ട്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ എല്ലാ മാസവും ഇവിടെ വന്ന് പത്രങ്ങൾ വാങ്ങിക്കൊണ്ടുപോകാറുണ്ട്. എനിക്ക് പഠിക്കുന്ന കാലത്ത് ഹിന്ദിക്കാർ കൂടെയുള്ളത് കൊണ്ട് തന്നെ ഹിന്ദി പത്രങ്ങളും ബംഗാളി പത്രങ്ങളാണ് ഞാൻ വാങ്ങിക്കൊണ്ടുപോകാറ്. അവരോട് ഹിന്ദിയിലും സംസാരിച്ചിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള വിശ്വാസം പകർന്നു കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ആർക്കെങ്കിലും ഭക്ഷണം എന്ത് ആവശ്യം നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ആരെങ്കിലും വന്ന് നമ്മളോട് ചോദിക്കുമ്പോൾ ആരോടും നോ പറയാറില്ല. അവർക്ക് പറ്റുന്ന സഹായം ഭക്ഷണം കൊടുക്കുകയും അതുപോലെ വസ്ത്രമില്ലാതെ ആളുകൾ ചോദിക്കുമ്പോൾ അവർക്ക് പൈസ കൊടുത്ത് വസ്ത്രം വാങ്ങാനായിട്ട് സഹായിക്കാറുണ്ട്. അതുപോലെ വൃദ്ധസദനങ്ങളിൽ പോയിട്ട് എല്ലാ മാസവും ഫ്രീ ആയിട്ട് അവരെ ശുശ്രൂഷിച്ച് അവർക്ക് മരുന്ന് എഴുതി കൊടുക്കുക. അതുപോലെ എല്ലാ മാസവും പാലിയേറ്റീവ് യൂണിറ്റിലേക്കും വൃദ്ധസദനത്തിലേക്കും സാമ്പത്തിക സഹായം ചെയ്യുകയും എല്ലാം ചെയ്യുന്നുണ്ട്. ആത്മീയ ജീവിതം എല്ലാ ദിവസവും കുർബാന കാണും കുടുംബമായിട്ട്. അതുപോലെ 2 ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കുമ്പസാരിക്കും. എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന, ജപമാല, അതുപോലെ പിന്നെ മെഴുകുതിരി കത്തിച്ചുള്ള പ്രാർത്ഥനകളെല്ലാം ഉണ്ട്. ഈ കൃപാസനത്തിൽ വന്ന് മാതാവിനോട് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലമായിട്ട് കുട്ടികൾക്ക് എന്തെങ്കിലും രോഗം വരുമ്പോൾ നമുക്ക് ഉടനെ തന്നെ തൈലം തേച്ച് പ്രാർത്ഥിക്കാൻ, അത് ഉടനെ ഡോക്ടറോട് വിളിച്ച് ചോദിക്കുന്ന ഫ്രണ്ട്സിനോട് വിളിച്ച് ചോദിക്കാതെ ആദ്യമേ തൈലം തേച്ച് പുരട്ടി, അങ്ങനെ ഒരു വലിയൊരു ശക്തി, നമുക്കൊരു പ്രതീക്ഷ എപ്പോഴും ഞങ്ങളുടെ കുടുംബത്തിലുണ്ട്. അച്ഛൻ്റെ ധ്യാനം ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ആ സമയത്ത് തന്നെ കൂടാൻ പറ്റിയില്ലെങ്കിലും പോകുകയും വഴികുകയും ചെയ്യുന്ന സമയം കിട്ടുമ്പോൾ വൈകിട്ടായിട്ടും അച്ഛൻ്റെ ധ്യാനം എല്ലാ ചൊവ്വാഴ്ചയും കൂടാറുണ്ട്. ഡെയിലി ബ്രെഡ് എല്ലാ ദിവസവും കൂടാറുണ്ട്. ബൈബിൾ അരമണിക്കൂറെങ്കിലും വായിക്കാറുണ്ട്. അതിലൂടെ ഒരുപാട് വ്യത്യാസം ജീവിതത്തിൽ, അനുദിന ജീവിതത്തിൽ, വിശ്വാസത്തിൽ മുന്നേറാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. എല്ലാം തന്ന ദൈവത്തിനും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകോടി നന്ദി. നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം നൽകുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവൻ. അവൻ്റെ പ്രവൃത്തികൾ സഫലമാകുന്നു. സങ്കീർത്തനം 1:3 കൃപാസനം ഉടമ്പടിയിൽ വിശ്വസ്തയോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവവചനത്തിൽ ഉറച്ചു നിൽക്കുന്നവർ വൃക്ഷം പോലെ ദൈവകൃപയിൽ ശക്തി പ്രാപിക്കുന്നവരായിട്ടാണ് നാം ഓരോ ഉടമ്പടി സാക്ഷ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാത്തിരിക്കുന്ന സമയത്തും നമ്മെ പോഷിപ്പിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. തക്ക സമയത്ത് അവരുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളും ആത്മീയ ഫലങ്ങളും വിരിവിപ്പിക്കുന്ന ഒരു ദൈവം. ഡോക്ടർ ഡെസ്മൻ എന്ന സഹോദരൻ്റെ സാക്ഷ്യത്തിൽ ബീയിങ് എ ഡോക്ടറായിരിക്കെ മകൻ ഐസിയുവിലായിരുന്നപ്പോൾ കൂട്ടുകാരോട് ചോദിച്ചു, പ്രാർത്ഥിക്കുവാനായിട്ടാണ് ഫോൺ വിളിച്ചത്. പക്ഷേ പല കൂട്ടുകാരും പറഞ്ഞത് കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കുക എന്നാണ്. അങ്ങനെ ഡോക്ടർ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് മകൻ ഐസിയുവിൽ നിന്ന് ഡിസ്ചാർജായി. അതിൻ്റെ പിറ്റേ ദിവസം തന്നെ പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുത്തു. അന്നു മുതൽ ഇന്ന് വരെ ഉടമ്പടിയിൽ ഇന്ന് 3ാമത്തെ പുതുക്കൽ കഴിഞ്ഞ് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ അമ്മയുടെ സാക്ഷിയായിട്ട്, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ടാണ് ഇന്ന് ഡോക്ടർ വന്നിരിക്കുന്നത്. ഡോക്ടർ പറഞ്ഞതുപോലെ കാലിൻ്റെ കുഴ തെറ്റി ഡോക്ടർ പറഞ്ഞത് സർജറി ചെയ്യണമെന്നാണ്. പക്ഷെങ്കിൽ ഡോക്ടർ തൈലം തേച്ച് പ്രാർത്ഥിച്ചു, വിശ്വാസ പ്രമാണം ചൊല്ലി. അത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ഡോക്ടറിന് ഒരു ഉള്ളിൽ നിന്ന് തന്നെ ഒരു ഉൾപ്രേരണയാണ്. ഡോക്ടർ ആക്ച്വലി ENT ഡോക്ടറാണ്. ഓർത്തോയെ പറ്റി അധികം നോളജ് ഇല്ല എങ്കിലും ഉള്ളിൽ നിന്ന് വന്ന ഉൾപ്രേരണയോടുകൂടി കിടന്നപ്പോൾ പരിശുദ്ധാമ്മ പറഞ്ഞു കൊടുക്കുന്നത് പോലെ കമിഴ്ന്ന് കിടന്ന് മുട്ട് മടക്കുവാനായിട്ടാണ് ഈ ഡോക്ടറിന് ഒരു പ്രചോദനം ലഭിച്ചത്. അതിന് പ്രകാരം ഡോക്ടർ ചെയ്യുകയും ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇന്ന് വരെ ഒരു കുഴപ്പവുമില്ല. ആ ടെക്നിക്ക് അമ്മ തന്നെയാണ് പഠിപ്പിച്ചു തന്നതെന്നാണ് ഡോക്ടർ ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. പിന്നീട് ജോലി സ്ഥലത്തുണ്ടായിരുന്ന തടസ്സങ്ങളാണ്. അവിടെയെല്ലാം ഡോക്ടർ പറയുന്നത് ആരോ എന്നെ ചെയ്യിപ്പിക്കുന്നു എന്നാണ്. സമയച്ചുരുക്കത്തിൽ സർജറിയൊക്കെ ചെയ്യുവാൻ സാധിക്കുന്നു. പല കാര്യങ്ങളും പല വർഷങ്ങൾക്ക് മുൻപേ പഠിച്ചതാണ്. പക്ഷെങ്കിൽ ഇപ്പോൾ പുതിയതായിട്ടെല്ലാം ഓർമ്മയിൽപ്പെടുത്തുന്നു. അത് പുതിയ ടെക്നിക്സുകൾ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. ധൈര്യപൂർവ്വം സർജറി ചെയ്യുവാൻ സാധിക്കുന്നു. ഇതെല്ലാം പരിശുദ്ധ അമ്മയുടെ
ഉടമ്പടി എടുത്തതിന് ശേഷം ഈശോയുടെ അമ്മയുടെ സാന്നിധ്യത്തിലൂടെയാണ് സമയ ചുരുക്കത്തിൻ്റെ അമ്മയുടെ ഇടപെടലിലൂടെ സർജറികളൊക്കെ പെട്ടെന്ന് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആവാനായിട്ട് സാധിക്കുന്നു എന്നാണ് ഡോക്ടർ ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. ഈശോയുടെ അമ്മയുടെ സാന്നിധ്യമുള്ളപ്പോൾ ഈ ഡോക്ടർ ജോലിക്ക് പോകുമ്പോഴും തൈലം തേച്ച് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഓരോ രോഗികളോടും ഇടപെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ മാതാവിൻ്റെ ഇടപെടൽ തന്നെയാണ് മറ്റുള്ളവരോട് ഇടപെടുവാൻ സാധിക്കുകയും അവിടെയൊക്കെ ഈശോയുടെയും അമ്മയുടെയും സാന്നിധ്യം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ സാധിക്കുകയും ചെയ്തത്. പിന്നീട് ഡോക്ടർ പറഞ്ഞ വയറിളക്കം എന്തസുഖം വന്നാലും ഉടമ്പടി തൈലം തേച്ച്, ആദ്യമൊക്കെ നേരത്തെ ഡോക്ടർ പോകുന്നത് മരുന്ന് കഴിക്കാനായിരുന്നു, പക്ഷെങ്കിൽ ഇപ്പോൾ ആദ്യം എടുക്കുന്നത് ഉടമ്പടി തൈലം എന്നാണ്. ബീങ് എ ഡോക്ടർ നമുക്കറിയാം, ഡോക്ടേഴ്സ് ആദ്യം പോകുന്ന മരുന്നിന് വേണ്ടി പ്രൊഫഷണലാണ്. പക്ഷെങ്കിൽ ഇപ്പോഴും ഉടമ്പടി എടുത്തതിന് ശേഷം ഡോക്ടർ തന്നെയാണ് അത് വെളിപ്പെടുത്തുന്നത്. ഞാൻ ആദ്യമൊക്കെ മരുന്നെടുക്കാൻ പോകുമായിരുന്നു, മരുന്ന് തേടി പോകുമായിരുന്നു, പക്ഷെങ്കിൽ ഇപ്പോൾ ഉടമ്പടി തൈലമാണ് എൻ്റെ മരുന്നെന്നാണ്. വീട്ടിൽ പ്രാണികളുടെ ശല്യമുണ്ടായിരുന്നു, അവിടെയും ഉടമ്പടി ഉപ്പിട്ട് ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അതൊക്കെ അപ്രത്യക്ഷമാവുകയാണ്. ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം വിശ്വസ്തയോടെ പ്രാർത്ഥിക്കുമ്പോൾ മെഴുകുതിരിയിൽ പോലും പ്രത്യക്ഷമാവുകയാണ്. ഹാർട്ടിൻ്റെ രൂപത്തിലും മുല്ലപ്പൂവിൻ്റെ ഷേപ്പിലുമൊക്കെ അമ്മ നമ്മളോട് കൂടി ഉണ്ട് എന്നുള്ളൊരു ദൈവ സാന്നിധ്യം, അമ്മയുടെ സാന്നിധ്യമാണ് നമുക്ക് രാവിലത്തെയും വൈകുന്നേരത്തെയും പ്രാർത്ഥനയിലൂടെ ആ മെഴുകുതിരിയിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. പത്രങ്ങൾ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്നത്, ഡോക്ടർ സ്പെഷ്യലായിട്ട് ചെയ്യണത് മലയാളികൾക്ക് മാത്രമല്ല, ഇവിടെ വരുന്ന പുറത്തുനിന്ന് വരുന്ന ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക്, അതായത് ബംഗാളിയും ഹിന്ദിയും ഒക്കെ സംസാരിക്കുന്ന വ്യക്തികൾക്കായിട്ട് ബംഗാളി പത്രവും ഹിന്ദി പത്രവും കൃപാസനം പത്രം മേടിച്ച് അവരോടെല്ലാം വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുമെന്നാണ്. അറിയാത്തവരെ അറിയിക്കുവാനും അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനുമുള്ള ആ തീഷ്ണത വെറും മലയാളികൾക്ക് മാത്രമല്ല, മറ്റുള്ളവരുടെ കൃപാസനം അമ്മയെപ്പറ്റി അറിയണം, ഈശോയെപ്പറ്റി, ആ ദൈവസ്നേഹത്തെ അടുത്തറിയണമെന്നുള്ള ആഗ്രഹത്തോടെ തീഷ്ണതയോടെയാണ് ഡോക്ടർ ബംഗാളി പത്രവും കൃപാസന പേപ്പറും ഹിന്ദി കൃപാസന പത്രവും മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. പിന്നീട് കാരുണ്യ പ്രവർത്തികളായിട്ട് ചെയ്യുന്നത് ഫ്രീ ആയിട്ട് പരിശോധനയും വൃദ്ധസാധനത്തിലും പാലിയേറ്റീവ് കെയർ സെൻറ്ററിലൊക്കെ വിസിറ്റ് ചെയ്ത് അവർക്ക് വേണ്ടവിധ സഹായം ചെയ്യുന്നതൊക്കെ ഡോക്ടർ സമയമില്ലെങ്കിൽ പോലും സമയം കണ്ടെത്തി കാരുണ്യ പ്രവർത്തികൾ ഉടമ്പടി നിബന്ധനകൾ പ്രകാരം കാരുണ്യ പ്രവർത്തികളും സ്റ്റാറ്റസ് നോക്കാതെ പത്രം വിതരണം ചെയ്യുന്നത്, അതായത് ബംഗാളികളുടെ ഇടയിലേക്കും ഹിന്ദി സാധാരണ തൊഴിലാളികളുടെ ഇടയിലേക്കാണ് ഡോക്ടർ ബംഗാളി പത്രമായിട്ടും ഹിന്ദി പത്രമൊക്കെ പിടിച്ചുകൊണ്ട് ആ ദൈവസ്നേഹത്തെ അടുത്തറിഞ്ഞ ആ സ്നേഹത്തെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തുകൊണ്ട് അറിയാത്തവരെ അറിയിക്കുവാനായിട്ട് ഡോക്ടർ തിരിയുന്നത്. ജോലിയിൽ ബിസിയാണ് എങ്കിലും ആ ഷെഡ്യൂള് മതിമറന്ന് അതെല്ലാം അതിലൊക്കെ കൂടുതൽ ഈ കാരുണ്യ പ്രവൃത്തി ചെയ്യാൻ സമയം കണ്ടെത്തുന്നു എന്നതാണ് ഒരു വലിയൊരു കാര്യം. തന്നെയുമല്ല ആത്മീയ ജീവിതത്തിലും കൂടുതൽ പ്രാധാന്യം തന്നെയാണ് കുർബാനയും കുമ്പസാരവും ബൈബിൾ വായനയും കുടുംബ പ്രാർത്ഥനയും ജപമാലയും എല്ലാം, ബൈബിൾ വായനയൊക്കെ എല്ലാം കൃത്യമായിട്ട് തന്നെയാണ് ഡോക്ടർ ഫോളോ ചെയ്യണത്. ചൊവ്വാഴ്ചത്തെ ധ്യാനവും ഡെയിലി ബ്രെഡും എല്ലാം അവിടെയെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യവും കരുണയും എല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ ഡോക്ടർ പറയുന്നത് ഉടമ്പടിയിൽ വന്നതിന് ശേഷം ആരോ കൂടെ ഉണ്ട് എന്നുള്ള ഒരു പ്രസൻസാണ് ഫീൽ ചെയ്യാൻ സാധിക്കുന്നത്. ആ പ്രസൻസാണ്, ആ സാന്നിധ്യമാണ് എനിക്ക് മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ സാധിക്കുന്നു എന്നാണ്. നമ്മുടെ ജീവിതത്തിൽ എന്താ പറയുന്നത്, വചനം പറയുന്നത് പോലെ നീർച്ചാലിനരികെ നട്ടത് യഥാകാലം ഫലം തരുന്നതാണ്. ഒരുപക്ഷെ നമ്മുടെ ജീവിതം, ഉടമ്പടി മക്കളുടെ ജീവിതം നമ്മളിപ്പോൾ നീർച്ചാലിനരികെ നട്ട ഒരു വൃക്ഷം പോലെയാണ്. ഫലം നൽകുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് നമ്മുടെ ഉടമ്പടി ജീവിതത്തിൽ. വരണ്ട ദിവസങ്ങളിൽ പച്ചപ്പ് കാണാവുന്ന ഒരു പ്രതീക്ഷ നൽകാവുന്ന ഒരു വലിയ പദ്ധതിയാണ് ഉടമ്പടി. അവൻ്റെ പ്രവൃത്തികൾ സഫലമാകുന്നുവെന്നാണ് സങ്കീർത്തനം 1:3 പറയുന്നത്. നമ്മുടെ ജീവിതത്തിലും ആ നീർച്ചാലിനരികെ നട്ട വൃക്ഷം പോലെ ആകുവാനുള്ള, ഇല കൊഴിയാതെ വൃക്ഷം പോലെ ആകുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രവൃത്തികൾ സഫലമാക്കുവാനും ഈശോയോടും അമ്മയോടും നമുക്ക് യാചിക്കാം. ഡോക്ടർ ദസ്മന് കുടുംബത്തിന് ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. അത്യപൂർവ്വതയും എൻ്റെ കുടുംബത്തെയും പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായി ഉയർത്തിയതിന് മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് സൗമ്യ. ഇത് എൻ്റെ ഹസ്ബൻഡ് ജോബിൻ. ഇത് എൻ്റെ മൂത്ത മോൻ റയാൻ, ഇളയ മോൻ ഋദ്വിക്. ഞങ്ങൾ ഒമാനിൽ നിന്നാണ് വരുന്നത്. 2023
2022 ഞാൻ ഒമാനിൽ പോയത്, ഒക്ടോബറിൽ. 2023 മുതലാണ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന, എൻ്റെ കൂടെ താമസിക്കുന്ന ഒരു ചേച്ചി, അക്രൈസ്തവയായ ഒരു ചേച്ചി, കൃപാസനത്തിൻ്റെ പ്രാർത്ഥനകൾ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ട്, ഞാനൊരു ആലപ്പുഴക്കാരിയായിട്ടും കൃപാസനത്തിനെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നില്ലല്ലോ, മാതാവിനോട് പ്രാർത്ഥിക്കുന്നില്ലല്ലോ, ചേച്ചി ഇത്രയും ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ട് ആണ് എനിക്ക് മാതാവിനോട് പ്രാർത്ഥിക്കണമെന്ന് തോന്നിയിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്, കൃപാസന മാതാവിനോട്. അങ്ങനെ കൃപാസന മാതാവിൻ്റെ അന്ന് തന്നെ ഞാൻ കൃപാസന മാതാവിൻ്റെ പ്രാർത്ഥനകൾ കേൾക്കുകയും യൂട്യൂബിൽ കൃപാസനത്തിൻ്റെ സൈറ്റ് ഓപ്പൺ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് യൂട്യൂബിൽ ഓൺലൈൻ ഉടമ്പടി ധ്യാനങ്ങൾ എല്ലാ ദിവസവും കേൾക്കുകയും സാക്ഷ്യങ്ങൾ കേൾക്കുകയും അന്ന് തൊട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ 2024 മെയ്യിൽ നാട്ടിൽ വരാൻ തീരുമാനിച്ചു. നാട്ടിൽ വരാൻ തീരുമാനിച്ചപ്പോൾ ടിക്കറ്റ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ടിക്കറ്റ് റേറ്റ് ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് 4 പേർക്ക് ഒരുമിച്ച് വരണം. അപ്പോൾ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഹസ്ബൻഡ് പറഞ്ഞ് എന്നാൽ നമുക്ക് കൃപാസനത്തിൽ ഹസ്ബൻഡിനും വരാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ്, അത് കഴിഞ്ഞ് 2 മിനിറ്റ് കഴിഞ്ഞ് ഞങ്ങൾ ഒന്നുകൂടെ സൈറ്റ് ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ 60,000-70,000 നിന്ന ടിക്കറ്റ് റേറ്റ് 37,000 കുറഞ്ഞു. ഞങ്ങൾക്ക് 4 പേർക്കും കൂടെ 37,000 രൂപ ടിക്കറ്റ് റേറ്റ് ആയിട്ട് ഞങ്ങൾ അന്ന് കൃപാസനത്തിൽ വന്നു. വരുന്ന വഴി തന്നെ ഞാൻ ഇവിടെ കൃപാസനത്തിൽ ഇവിടെ വന്ന് രാത്രിയായിരുന്നു. ഞങ്ങളിവിടെ വന്ന് പ്രാർത്ഥിച്ച് മാതാവിന് നന്ദി പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം മെയ് 8 2024 മെയ് 8 ഞങ്ങളിവിടെ വന്നു. തീർത്ഥാടന ഉടമ്പടി എടുക്കാനായിട്ട് വന്നു. ഞാൻ ഉടമ്പടി എടുക്കാനായിട്ടാണ് വന്നത്. അപ്പോഴത്തേക്കും ഹസ്ബൻഡിന് ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞ് എടുത്തു. കുമ്പസാരിക്കാനും പോയി, കുമ്പസാരിച്ച് വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു. അന്നു മുതൽ ഞങ്ങൾ കൃപാസനത്തിൻ്റെ പ്രാർത്ഥനകളും ഉടമ്പടി പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ഉടമ്പടി പ്രാർത്ഥനയും എല്ലാം കുടുംബമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോകുന്ന ദിവസം ഞങ്ങൾ ഇവിടെ വന്ന് NRI ആക്കി, ഉടമ്പടി NRI ആക്കി പത്രവും മേടിച്ചിട്ടാണ് ഞങ്ങൾ പോയത്. തൈലവും മാതാവിൻ്റെ തൈലവും ഉപ്പും ഉടമ്പടി ഉപ്പും ഞങ്ങൾ എല്ലാം കൊണ്ടുപോയി. തിരിയും ഞങ്ങൾ കൊണ്ടുപോയി. എന്നിട്ട് അങ്ങനെ ഞങ്ങൾ അവിടെ പോയി. അവിടെയും ഞങ്ങൾ പ്രാർത്ഥനകളും കുടുംബ പ്രാർത്ഥനകളും എല്ലാം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജൂൺ 30 ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നതിന് ഡ്യൂട്ടിക്ക് പോകാൻ ഒരുങ്ങി കുളിച്ച് ഇറങ്ങുമ്പോഴത്തേക്കും ഞാൻ ബാത്റൂമിൽ വീണ് എനിക്ക് റൈറ്റ് പെറ്റല ഫ്രാക്ചറായി, മുട്ടിന് ഫ്രാക്ചറായി, മുട്ട് പൊട്ടി. എന്നിട്ട് ഞാൻ അന്ന് ഡ്യൂട്ടിക്ക് 1:30 ആയിരുന്നതുകൊണ്ട് ഞാൻ ഡ്യൂട്ടിക്ക് പെട്ടെന്ന് പോയി. വണ്ടി പിടിച്ചാണ് പോയത്. വണ്ടി പിടിച്ച് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നീരെല്ലാം ഭയങ്കരമായിട്ട് കൂടി. അത് കഴിഞ്ഞപ്പോൾ അവിടുന്ന് തന്നെ ഞങ്ങൾ പോയിട്ട് എക്സ്റേ എടുത്തപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു ഫ്രാക്ചറാണ്, ഇനി ഡ്യൂട്ടി എടുക്കാൻ പറ്റത്തില്ല, കംപ്ലീറ്റ് റെസ്റ്റ് വേണം. അങ്ങനെ ഞാൻ അങ്ങനെ അന്ന് തന്നെ കാസ്റ്റ് ഇട്ടു. ഞങ്ങൾ ബെഡ് റെസ്റ്റായിട്ട് ഞാൻ വീട്ടിൽ വന്നു. അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഉടമ്പടി തൈലം ഉണ്ടായിരുന്നു, ഉടമ്പടി ഉപ്പും എല്ലാം ഞങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഉടമ്പടി തൈലം എൻ്റെ കാലിൽ ഓൾറെഡി പാസ്റ്റ് ഇട്ടേക്കുമായിരുന്നു. എങ്കിലും എൻ്റെ കാലിൻ്റെ മുകളിൽ ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി ഞങ്ങൾ പ്രാർത്ഥിച്ച് ചെയ്യുമായിരുന്നു. അങ്ങനെ ഓഗസ്റ്റ് 6 അതിൻ്റെ ഇടയ്ക്ക് റിവ്യൂ ഉണ്ടായിരുന്നു, കാസ്റ്റ് മാറ്റി. പക്ഷേ ഡോക്ടർ ഓൾറെഡി പറഞ്ഞായിരുന്നു ഇത് അടുത്തില്ല ഉണ്ടെന്നുണ്ടെങ്കിൽ സർജറി ചെയ്യേണ്ടി വരും, അതുകൊണ്ട് റെസ്റ്റ് വേണം, അങ്ങനെയാണ് പറഞ്ഞത്. പോസിബിൾ സർജറി പറഞ്ഞിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ കൃപാസന മാതാവിൻ്റെ അനുഗ്രഹത്താലും ഞങ്ങൾ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ കാലിന് ഓഗസ്റ്റ് 6 എൻ്റെ കാസ്റ്റെല്ലാം ഊരി എനിക്ക് നടക്കാം. അതിനുള്ളിൽ 2 ദിവസത്തിനുള്ളിൽ തന്നെ എനിക്ക് ഫുള്ളായിട്ട് വോക്കറിലായിരുന്നു. ഒരാഴ്ച ഞാൻ വോക്കറിൽ നടന്നു. എന്നാലും ഒരു കുഴപ്പവും ഇല്ലാതെ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഒരു കുഴപ്പമില്ലാതെ 1.25 മാസത്തിനുള്ളിൽ തന്നെ ഞാൻ ഡ്യൂട്ടിക്ക് പോകാനും തുടങ്ങി. അന്ന് എൻ്റെ ഇളയ മോന് പറയുമായിരുന്നു, ഇവിടെ കയറി വരുന്നപ്പം അവനും കൂടി പോയാണ് ഓൺലൈൻ ഉടമ്പടി എടുത്തതെന്ന്
തീർത്ഥാടന ഉടമ്പടി എടുത്തപ്പോൾ ഞാനും എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവനാണ് നന്മ നിറഞ്ഞ വിശ്വാസ പ്രമാണം അവൻ അറിയത്തില്ല. അതുകൊണ്ട് വിശ്വാസ പ്രമാണം എന്ന് പറഞ്ഞിട്ട് അവൻ എൻ്റെ കാലിൽ തൈലം പുരട്ടുമായിരുന്നു. അങ്ങനെ ദൈവം തന്ന, മാതാവ് തന്ന അനുഗ്രഹത്തിന് 1000 നന്ദി പറയുന്നു. രണ്ടാമത്തെ രോഗസൗഖ്യം എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡിനുണ്ടായ രോഗസൗഖ്യമാണ്. ഞങ്ങൾ ഈ 2026 മാർച്ച് 5 ഒരു 9:30 ആയപ്പോഴത്തേക്കും ഹസ്ബൻഡ് വെറുതെ കിടക്കുമായിരുന്നു. കിടന്നപ്പോഴത്തേക്കും പെട്ടെന്ന് നോസിൽ നിന്ന് ഭയങ്കരമായിട്ട് ബ്ലീഡിങ് വന്നു. അപ്പോൾ ഹസ്ബൻഡ് എന്നെ വിളിച്ചു, ദേ ബ്ലീഡിങ് വരുന്നു എന്ന് പറഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും ഫുൾ ബ്ലീഡിങ് റൂമിനകത്ത് മുഴുവനായി. അപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ബ്ലീഡിങ് ഒഴുകിക്കൊണ്ടിരിക്കുക, വായിലോട്ടും മൂക്കിലോട്ടും എല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. ഫുൾ ബ്ലഡായി. ബാത്റൂമിൽ പോയി മുഖം കഴുകിയപ്പോഴത്തേക്ക് ബാത്റൂമിലും എല്ലാം ഭയങ്കരമായിട്ട് ബ്ലഡായി. പെട്ടെന്ന് തന്നെ ഞാൻ മാതാവിൻ്റെ ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. ഉടമ്പടി ഉപ്പും ഹസ്ബൻഡിന് വിശ്വാസ പ്രമാണം ചൊല്ലി കൊടുത്തു. ഞങ്ങൾ 10-15 മിനിറ്റ് കഴിഞ്ഞാണ് ഹോസ്പിറ്റലിൽ പോയത്. പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഞങ്ങൾക്ക് ആ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ ചെന്നെങ്കിലും BP ഹൈ ആയിരുന്നു. അതുകൊണ്ട് ബ്ലീഡിങ് നിൽക്കത്തില്ലായിരുന്നു. പക്ഷേ അവിടെ ചെന്നപ്പോഴും BP ഹൈ ആണ്. പക്ഷേ ബ്ലീഡിങ് നിന്നു. ഒരു മരുന്നും കൊടുത്തില്ല അവിടുന്ന്. ഒരു ജസ്റ്റ് ട്രനക്സ മാത്രം കൊടുത്തു. പക്ഷേ അപ്പോഴത്തേക്കും ബ്ലീഡിങ് നിന്നിരുന്നു. അവർ എന്തെങ്കിലും മെഡിസിൻ കൊടുക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് കൊടുത്തതാണ് ആ മരുന്ന്. അത് കഴിഞ്ഞിട്ട് അന്ന് തന്നെ ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് പോന്നു. പക്ഷേ ഡോക്ടർ പറഞ്ഞായിരുന്നു BPയുടെ മരുന്ന് കണ്ടിന്യൂ ചെയ്യണമെന്ന്. ഒരാഴ്ച ഹസ്ബൻഡ് BPയുടെ മരുന്ന് കഴിച്ചു. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ BPയുടെ മരുന്ന് കഴിക്കുന്നില്ല. ആകെ ഞങ്ങൾ കൃപാസനത്തിൻ്റെ ഉടമ്പടി ഉപ്പാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ BP ഒന്നും ഇല്ല. മൂന്നാമതായിട്ട് ഉള്ളതെന്ന് പറയാനായിട്ട് എൻ്റെ 2 മക്കളും അവിടെ ഇന്ത്യൻ സ്കൂൾ നിസ്വയിലാണ് പഠിക്കുന്നത്. അവിടെ സ്കൂളിൽ വെച്ചിട്ട് 2 പേരും കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം ഇവൻ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇവനും കഴിഞ്ഞ വർഷം ഇവനും വീണു മൂക്കിടിച്ചാണ് വീണത്. മൂക്കിടിച്ച് വീണിട്ട് ബ്ലീഡിങ് ആയി, ഫുൾ സ്വെല്ലിങ് ആയി. പക്ഷേ ഇവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയായിരുന്നു. പക്ഷേ ഒന്നും മരുന്നൊന്നും കൊടുത്തില്ല. ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് മാതാവിൻ്റെ തൈലവും ഉപ്പും യൂസ് ചെയ്തിട്ട് ഇവന് പൂർണ്ണമായിട്ട് മൂക്കിന് സൗഖ്യം സാധിച്ചു. അതുപോലെ തന്നെ കുഞ്ഞിനും അതുപോലെ തന്നെ വീണായിരുന്നു. മൂക്ക് നല്ലതായിട്ട് സ്വെല്ലിങ് ആയായിരുന്നു. പക്ഷേ ഹോസ്പിറ്റലിൽ പോലും കൊണ്ടുപോകാതെ തന്നെ ഞങ്ങൾ അവനും തൈലം പുരട്ടി ഉപയോഗിച്ചതിൻ്റെ ഫലമായി രോഗസൗഖ്യം സാധിച്ചു. അടുത്ത രോഗസൗഖ്യം എന്ന് പറയുന്നത് എൻ്റെ കൊച്ചിൻ്റെ അരിമ്പാറയുടെ ഇതാണ്. അരിമ്പാറ അതുപോലെ തന്നെ ഉടമ്പടി തൈലം യൂസ് ചെയ്തതിൻ്റെ ഫലമായി സാധിച്ചു. ഞങ്ങൾ ഒമാനിൽ ചെന്നിട്ട് 2024 ലീവ് കഴിഞ്ഞ് ചെന്നിട്ട് ഞങ്ങൾക്ക് 2022 ഒക്ടോബറിൽ പോയതുകൊണ്ട് ഞങ്ങൾക്ക് കാറൊന്നും വാങ്ങണമെന്നുള്ള ഒരു ഇതൊന്നുമില്ലായിരുന്നു, തീരുമാനമൊന്നുമില്ലായിരുന്നു. പക്ഷേ എന്തോ മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഞങ്ങൾ പെട്ടെന്നൊരു കാർ എടുക്കാൻ തീരുമാനിച്ചു. കാർ ഒത്തിരി കളറെല്ലാം നോക്കിയെങ്കിലും ഞങ്ങളുടെ ആഗ്രഹം സിൽവർ ഗ്രേ കളർ തന്നെ കിട്ടണമെന്നായിരുന്നു. അവസാനം മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഞങ്ങൾക്ക് സിൽവർ ഗ്രേയുടെ മാതാവിൻ്റെ കളർ തന്നെ തന്നു. മാതാവ് അനുഗ്രഹിച്ചു. കാരുണ്യ പ്രവർത്തികളായിട്ട് ഞങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൃപാസനം പത്രം ഇവിടുന്ന് മേടിച്ചുകൊണ്ട് പോകും. മേടിച്ചുകൊണ്ട് പോയിട്ട് അവിടെയും കൊടുക്കും. ഇവിടെയും പോകുന്നതിന് മുന്നേ, ലീവിന് പോകുന്നതിന് മുന്നേ ഇവിടെ ഞങ്ങൾ കൊടുത്ത് തീർക്കും. അവിടെ ചെന്നിട്ട് ആണേലും ഞങ്ങൾ ഇവിടുന്ന് നാട്ടിൽ ആരൊക്കെ ലീവിന് വരുന്നുണ്ടോ അവരെ കൊണ്ടൊക്കെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കൃപാസനത്തിൽ പോകുന്ന എൻ്റെ ഫ്രണ്ട്സ് കുറേ പേരുണ്ട്. അവരെ കൊണ്ട് ഉടമ്പടി പത്രം മേടിപ്പിക്കും, കാശുരൂപം മേടിപ്പിച്ച് കൊടുക്കാറുണ്ട്. പിന്നെ ഉപ്പ് വേണ്ടവർക്ക് ഉപ്പ് ഞാൻ വാങ്ങിച്ച് രോഗസൗഖ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുക്കാറുണ്ട്. അങ്ങനെ രോഗസൗഖ്യം ഉണ്ടായിട്ടുണ്ട്. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് പിന്നെ ചങ്ങനാശ്ശേരിയിൽ ഒരു പിള്ളേരെ നോക്കുന്ന സ്ഥലത്ത് പൈസ ഞങ്ങൾ എല്ലാ മാസവും അയച്ചു കൊടുക്കാറുണ്ട്. ആത്മീയ ജീവിതത്തിൽ ഞങ്ങൾക്കുണ്ടായ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കുടുംബ പ്രാർത്ഥന എന്നും ചെയ്യാറുണ്ട്. ഡെയിലി എല്ലാ ദിവസവും ഓൺലൈനിൽ കുർബാന കൂടി. ഞങ്ങൾക്ക് അവിടെ എന്നും കുർബാനയില്ല. അതുകൊണ്ട് ഉള്ള ദിവസങ്ങളിലൊക്കെ ലീവ് അഡ്ജസ്റ്റ് ചെയ്ത് പോകാറുണ്ട്. അതുപോലെ തന്നെ ഓൺലൈനിൽ പക്ഷേ എന്നും ഞങ്ങൾ കുർബാന കൂടും.
കുടുംബ പ്രാർത്ഥനകൾ ചെയ്യാറുണ്ട്. ഡെയിലി ബ്രെഡ് എല്ലാ ദിവസവും കൂടും. എന്നിട്ട് സാധാരണ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ആദ്യം തന്നെ ഡെയിലി ബ്രെഡ് കൂടിയിട്ടേ കാര്യങ്ങൾ നടത്താറുള്ളൂ. ഉടമ്പടി ധ്യാനം എല്ലാ ആഴ്ചയിലും കൂടും. ഡ്യൂട്ടി ആണെന്നുണ്ടെങ്കിൽ വന്നു കഴിഞ്ഞിട്ട് ഉടനെ തന്നെ കൂടാറുണ്ട്. ആ ആഴ്ച തന്നെ കൂടി തീരാനായിട്ട് ശ്രമിക്കാറുണ്ട്. പിന്നെ മാതാവിൻ്റെ സാന്നിധ്യം എനിക്ക് 2 പ്രാവശ്യം മെഴുകുതിരിയിൽ മാതാവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചിട്ടുണ്ട്. എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിന് നന്ദി പറയുന്നു. ഈ മരണം വരെ ഉടമ്പടിയിൽ ജീവിക്കാനായിട്ട് എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. കർത്താവ് അവന് രോഗശൈലിയിൽ ആശ്വാസം പകരും. അവിടുന്ന് അവന് രോഗശാന്തി നൽകും. സങ്കീർത്തനം 41:3 ദൈവത്തിൻ്റെ കരുണയും പരിപാലനയും വളരെ സുന്ദരമായി ഈ വചനത്തിൽ പറയുന്നത്. കർത്താവ് രോഗശൈലിയിൽ ആശ്വാസം പകരുന്ന ഒരു കർത്താവാണ്. സൗമ്യയുടെ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് എല്ലാ രോഗങ്ങൾക്കും, ഹസ്ബൻഡിൻ്റെ രോഗമായാലും മക്കളുടെ രോഗമായാലും എല്ലാത്തിനും ഈശോയുടെയും അമ്മയുടെയും തീഷ്ണതയോടുകൂടി അമ്മയോട് പ്രാർത്ഥിക്കുകയും ഉടമ്പടി വസ്തുക്കളായ ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് രോഗസൗഖ്യം ലഭിച്ചതായിട്ടാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. ഈ മകൾ തന്നെ പറഞ്ഞു, ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത് തന്നെ ആലപ്പുഴയിൽ മടിയിൽ വളർന്ന ഒരു മകളാണ്. പക്ഷേ ഒമാനിൽ ചെന്നപ്പോൾ അക്രൈസ്തവയായ ഒരു സഹോദരി, നേഴ്സാണ്, കൂടെ വർക്ക് ചെയ്യുന്ന നേഴ്സ്, ആ സഹോദരിയുടെ കൃപാസനത്തിലുള്ള രാവിലത്തെയും വൈകുന്നേരത്തെയും പ്രാർത്ഥന കേട്ടപ്പോൾ ഈ മകൾക്കും കൃപാസനത്തെ പറ്റി അറിയാനും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുവാനും ഉള്ള കൂടുതൽ താല്പര്യമായി എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. നമ്മൾ ചെല്ലുന്ന ഓരോ പ്രാർത്ഥനയും നമ്മൾ കൊടുക്കുന്ന ഓരോ പത്രവുമാണ് മറ്റു വ്യക്തികളുടെ ജീവിതത്തിൽ പുതിയ വഴിതിരിക്കുന്നത്. ആ ക്രൈസ്തവയായ മകളുടെ പ്രാർത്ഥന കണ്ടതുകൊണ്ടാണ് ഇന്ന് സൗമ്യ പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് അമ്മയുടെ സന്നിധിയിൽ വന്നിരിക്കുന്നത്. നമ്മുടെ ഏതൊക്കെ അവസ്ഥകളിലായിരിക്കാം, ജീവിതത്തിലെ രോഗാവസ്ഥയിലും പ്രശ്നങ്ങളിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ കടബാധ്യതകളിൽ ഏതെങ്കിലും അവസ്ഥയിലായാലും ഉടമ്പടിയിൽ നമുക്ക് ഓർമ്മിക്കാം, നാം ഒറ്റയ്ക്കല്ല, ദൈവം നമ്മോടൊപ്പമുണ്ട്. അവിടുന്ന് നമ്മെ കൈപിടിച്ച് ഉയർത്തും. നമ്മെ കൈപിടിച്ച് ആ ഈശോയിലേക്ക് കൊണ്ടുപോകുന്നത് കൃപാസനം അമ്മയാണ്. ആ അമ്മയുടെ സാന്നിധ്യമാണ് നമ്മുടെ കൂടെ എപ്പോഴും ഉള്ളത്. നമ്മുടെ ദുർബലതകളിൽ താങ്ങുന്ന ദൈവം, ആശ്വസിപ്പിക്കുന്ന ദൈവം, രോഗത്തിലും വിഷമത്തിലും സുഖപ്പെടുത്തുന്ന ദൈവം. ആ ദൈവകൃപയിൽ വിശ്വസിച്ച് നമ്മുടെ ജീവിതവും പ്രത്യേകിച്ചും ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയോടെ കൂടുതൽ ആത്മാർത്ഥതയോടെ മുന്നോട്ട് നയിക്കുവാൻ ഈശോയും അമ്മയും നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സൗമ്യ ട്രീസായ്ക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ആവേ മരിയ. അത്യപൂർവ ദൈവാൻ